വെൽക്കം ടു ദി വീഡിയോ. എല്ലാവരും ആ തമ്പനയിൽ കണ്ടിട്ട് വന്നായിരിക്കും അല്ലേ. സോ റോഡുകൾ പാച്ച് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റെക്റ്റാങ്കുലർ ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചതുരത്തിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? സോ പലർക്കും അറിയാത്ത ഒരു ഉത്തരമായിരിക്കാം, ചിലർക്ക് അറിയുന്നതായിരിക്കാം. എന്തായാലും നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി എനിക്കും പണ്ട് കാലത്ത് ഡൗട്ട് ഉള്ള ഒരു ടോപ്പിക്കായിരുന്നു. 2-3 കൊല്ലം മുമ്പ് ഒരു പ്രമുഖ പത്രത്തിൽ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വരുന്നത് വരെ. സോ അത് സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ പാച്ച് വർക്ക് മറ്റുള്ള കൺട്രികളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഒരു വീഡിയോ ഞാൻ പുറകിൽ ഷോ ചെയ്യുന്നുണ്ട്, സോ കാണുക. സോ മോഡേൺ മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ള കൺട്രീസുകളിൽ ചെറിയ പാച്ച് വർക്കുകളായാലും ഓർ ഓൾസോ നോൺ ആസ് ഈ പോട്ട് ഹോൾസ് റിപ്പയർ ചെയ്യുന്നത്. പോട്ട് ഹോൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെക്റ്റാങ്കുലറായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ മിശ്രിതം മിക്സ് ചെയ്തിട്ട്, ടാറും മെറ്റലും ഒക്കെ അടങ്ങുന്ന മിശ്രിതം മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വിസിബിൾ ആസ് എ റെക്റ്റാങ്കിൾ ഓൺ ദി സർഫസ് ഓഫ് ദി റോഡ്. സോ ഇവിടെയും അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു റോഡ് പ്രവൃത്തിയുടെ ഒരു പഴയൊരു വീഡിയോ നമുക്ക് കാണാം. സോ കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഇതിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ പാച്ച് വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ രീതിയിലുള്ള പണികളാണ് കാണാറുള്ളത്. കുഴി അടയ്ക്കുന്നു, അതിന് മേലെ നമ്മൾ റെക്റ്റാങ്കിളായിട്ടുള്ള ഒരു ടാർ മിശ്രിതം ഒഴിച്ചുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയെടുക്കുകയാണ് മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്, ചിലപ്പോഴൊക്കെ നിങ്ങളും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി അല്ല നമ്മൾ ആദ്യം ഇത് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ റെക്റ്റാങ്കുലറായിട്ട് ഹോൾ ഡ്രിൽ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിശ്രിതം മിക്സ് ചെയ്തിട്ട് ഈ ഒരു സീലിംഗ് വർക്ക് ചെയ്യുന്നത്? അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും നിങ്ങൾക്ക് പലർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക്കും. സോ നമുക്ക് അതിലേക്ക് പോവാം. എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് സയൻസിലെ ഏറ്റവും ബുദ്ധിമുട്ടിക്കാറുള്ളത്. അതുപോലെ തന്നെ ഹൗ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ഇവിടെയും അതേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വൈ എന്നുള്ള ഒരു ടാഗോട് കൂടി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാനും കുറേ സെർച്ച് ചെയ്തു. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നതിനെപ്പറ്റി ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ വെച്ചും ഒക്കെ ഞാൻ ഇതിനെ കുറച്ച് റീസൺസ് ആയിട്ട് തരംതിരിക്കാം. സോ റീസൺ നമ്പർ 1, പലപ്പോഴും റോഡുകളിൽ പോട്ട് ഹോൾസ് അല്ലെങ്കിൽ പാതാള കുഴികൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ വണ്ടികൾ കയറി ഇറങ്ങി പോകുന്നത് കൊണ്ട് അതിൻ്റെ അരികളൊക്കെ ബലക്കുറവ് ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ആ കുഴികളൊക്കെ അതേപോലെ മെറ്റൽ ഫിൽ ചെയ്ത് ടാർ ചെയ്ത് അടയ്ക്കുകയാണെങ്കിൽ ഈ അരികളുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ടാറിന് ബലക്കുറവ് കാരണം ഇത് പിന്നെയും പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് റീസൺ നമ്പർ 1. ദാറ്റ് ഈസ് റെക്റ്റാങ്കുലർ ഹോള് കട്ട് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ പറ്റും. റീസൺ നമ്പർ 2, സോ റോഡ് റിപ്പയറിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് ഹാൻഡ് ഗ്രൈൻഡർ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് നമുക്ക് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. റൗണ്ട് ഷേപ്പ് നമ്മൾ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററായിട്ട് എപ്പോഴും നമുക്ക് ഫാസ്റ്റായിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള മെഷീനറീസും നമ്മൾ നോക്കുകയാണെങ്കിൽ മെഷീനറീസും ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കട്ട് ചെയ്യുന്ന രീതിയിലാണ് പലതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇൻ്റർനാഷണലി ഈ ഒരു രീതിയാണ് അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പ് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ നമ്പർ 2. റീസൺ നമ്പർ 3, റോഡിൻ്റെ ഒരു കഷ്ണം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതൊരു റെക്റ്റാങ്കുലർ പീസാണ്. അപ്പോൾ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു പീസിൽ നമ്മളൊരു പാച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള പാച്ച് വർക്ക് ചെയ്യുക എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, സപ്പോസ് നിങ്ങൾ അതിൻ്റെ ഒരു സൈഡാണ് നിങ്ങൾക്ക് പൊളിഞ്ഞെന്ന് വിചാരിക്കുക റോഡിൻ്റെ, ആ സമയത്ത് നിങ്ങളൊരു റൗണ്ട് സർക്കിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പോ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി എളുപ്പം നിങ്ങൾക്കൊരു റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നതാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ റോഡ് തന്നെ ഒരു ചതുരത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന പാച്ച് വർക്കും ചതുരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതുമായിട്ട് കാര്യങ്ങൾ ഒത്തുപോകും. ദെൻ റീസൺ നമ്പർ 4, സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി വോളിയം കാൽക്കുലേഷൻ. സോ എല്ലാവർക്കും അറിയാം, ഒരു ക്യൂബോയിഡ് ഷേപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ വോളിയം നമുക്ക് കാണാൻ വേണ്ടി ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതിൻ്റെ ഹൈറ്റ് എന്നിവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ റോഡിൻ്റെ കേസിലും ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഹോളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ ഇതിന് വേണ്ട മിക്സിങ് വേറൊരു സ്ഥലത്ത് നടത്തിയിട്ട് പിന്നെയാണ് നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നത് എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമ്മൾ കാര്യങ്ങൾ മിക്സ് ചെയ്യണം എന്നുള്ള ഒരു റേഷ്യോ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വോളിയം ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സർഫസ് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ അകത്ത് എത്ര ഡെപ്ത് എടുക്കണം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിരിക്കും. സോ സർഫസ് ഏരിയ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അതിന് നമ്മൾ ഡെപ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ദി വോളിയം ഓഫ് ദി വർക്ക്.
റീസൺ നമ്പർ 5 ആൻഡ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് പലപ്പോഴും നമ്മൾ പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര കോസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വോളിയമോ അല്ലെങ്കിൽ സർഫസ് ഏരിയയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കോസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആവുമ്പോഴാണ്. സോ ഇത്രയൊക്കെയാണ് ഈ റോഡ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെക്റ്റാങ്കുലർ പാച്ച് വർക്കുന്ന ബിഹൈൻഡുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. സോ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കാം. പോകരുത്, നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഇത് കൂടാതെ നമ്മൾ ഈ റെഡി മിക്സ് എന്നുള്ള ഐറ്റംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജ് പുറകിൽ കാണാം. സോ റെഡി മിക്സ് പോലുള്ള ഐറ്റംസ് ഉപയോഗിച്ച് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ റോഡിൻ്റെ മെയിൻ്റനൻസ് ജോലികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അത് പൊതുവേ എല്ലായിടത്തും ചെയ്യുന്ന സമയത്ത് ഈ റെക്റ്റാങ്കുലർ കട്ടിങ് ഒന്നും നോക്കാറില്ല. നേരെ നമ്മൾ ഹോള് പോയി അടയ്ക്കുന്നു. അത് എല്ലായിടത്തും ഏകദേശം അതേപോലെ തന്നെയാണ്. പെട്ടെന്ന് ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നിടത്താണ് നമ്മൾ ഈ റെഡി മിക്സ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കോസ്റ്റ് മിക്കവാറും അത് യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക. സോ ഒരു ബാഗിന് ഇത്ര, നമ്മൾ സിമെൻറ്റ് വാങ്ങുന്ന പോലെയാണ് ഒരു ബാഗ് റെഡി മിക്സിന് ഇത്ര കോസ്റ്റ് വരും. ദാറ്റ് മീൻസ് ഒരു കുഴി ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര റെഡി മിക്സ് യൂസ് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റാണ് അതിൻ്റെ കോസ്റ്റായിട്ട് വരിക. മെയിനായിട്ട് അതിൻ്റെ റെക്റ്റാങ്കുലർ പോർഷൻ നമ്മൾ കട്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റെഡി മിക്സ് വെച്ച് അടയ്ക്കുന്ന കുഴികൾക്ക് നമുക്ക് പ്രത്യേകിച്ചൊരു ഷേപ്പ് കാണാറില്ല. അതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പൊതുവേ ഞാൻ കാണിച്ച ഇമേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നമ്മളിവിടെ ഇപ്പോഴും റോഡിൽ യൂസ് ചെയ്യുന്ന റെഡി മിക്സ് നമ്മൾ ഫിനിഷിംഗ് കാണുന്ന ഒരു സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനിഷിംഗ് ആണ് നമ്മളിപ്പോഴും കണ്ടുവരുന്നത്. കാണിച്ചിരിക്കുന്ന ഫിഗർ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നോ എടുത്തിട്ടുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി അത് ഒരു ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ദെൻ അഗെയിൻ വി കം ടു ദി സെയിം ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ എന്തിനാണ് ഈ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഷേപ്പിൽ ചെയ്തു വെക്കുന്നത്? കാരണം നമ്മൾ മിക്കവാറും കേസുകളിൽ റെക്റ്റാങ്കുലർ ആയിട്ട് കുഴിക്കാതെയാണ് ഈ വർക്കൊക്കെ ചെയ്യാറുള്ളത്. അതായത് രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്ന സമയത്ത് കുഴികളൊക്കെ വൃത്തിയാക്കുന്നത് കാണാം, അതിലേക്ക് മെറ്റൽ ഫില്ല് ചെയ്യുന്നത് കാണാം. സോ വൈകുന്നേരം നമ്മൾ ഓഫീസിൽ നിന്നോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്തേക്ക് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് അവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പാച്ച് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം, നിങ്ങൾ പോയ സമയത്ത് ഇത് റെക്റ്റാങ്കുലർ ആയിട്ട് കുഴിച്ചിട്ടുള്ളതായിരിക്കും. സോ മിക്കവാറും കേസുകളിൽ അങ്ങനെയല്ല. ഇനി എന്തുകൊണ്ടാണ്? സോ ഗൂഗിളിൽ അഗെയിൻ ഞാൻ സെർച്ച് ചെയ്തു ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടോ എന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. സോ ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്ത സമയത്ത് ആദ്യം കിട്ടിയ ഡോക്യുമെൻ്റ് ഞാൻ നിങ്ങളെ ഷോ ചെയ്യാം. ഇറ്റ് ഈസ് ഷോയിങ് മിനിസ്ട്രി ഓഫ് പബ്ലിക് വർക്ക് ആൻഡ് ട്രാൻസ്പോർട്ട്. ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്കൊരു ഭാഷയിലുള്ള ഒരു എഴുത്ത് കാണാം. മേ ബി ഇറ്റ് ഈസ് കർണാടക ഓർ തെലുങ്കാന ഓർ സംതിങ്. എന്തായാലും അത് കേരളം അല്ല. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. കേരളം അല്ല എന്നത് മാത്രമാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഗൈഡ് ലൈൻസ് ഫോർ റിപ്പയറിംഗ് ഡിഫക്ട്സ് ഓഫ് റോഡ്സ് 2017 ഗൈഡ് ലൈൻസ് ആണ്. നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. സോ പല ടൈപ്പ് ജോബുകളെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ജോബ് തന്നെ നോക്കുക. ദർ ഇസ് എ ജോബ് കോഡ് 1100 pothole repair asphalt concrete. എന്താണ് ഈ അസ്ഫാൾട്ട്? ഇപ്പോൾ പലരും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ മൊബൈലിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് അസ്ഫാൾട്ട്. സോ ആക്ച്വലി അസ്ഫാൾട്ട് അല്ലെങ്കിൽ ബിറ്റുമിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്ന മറ്റൊരു പേരിൻ്റെ ഇൻ്റർനാഷണൽ രൂപമാണ്. ഏതാണ് ആ പേര്? നല്ല ടാർ. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന നോക്കുക, ഇറ്റ് ഈസ് എ പോത്ത് റിപ്പയർ. സോ പോത്ത് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു പാതാളക്കുഴിയാണ്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മാർക്ക് ഔട്ട് ദി പോത്ത് ഹോൾ ഏരിയ ഇൻ റെക്റ്റാങ്കുലർ ഷേപ്പ്. സോ നിങ്ങൾ ഏത് ഷേപ്പിലുള്ള കുഴിയാണെങ്കിലും ശരി അത് റെക്റ്റാങ്കുലർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. സോ കട്ടർ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാനുവലായിട്ട് എക്സ്കവേഷൻ നടത്തുന്നു. ഓക്കെ, തീർന്നില്ല. ഇനിയും പല ജോബ് കോഡുകളും ഇതിലുണ്ട്. സോ നെക്സ്റ്റ് ജോബ് കോഡ് 1101. എഗെയിൻ പോത്ത് ഹോൾ റിപ്പയർ ആണ്. വർക്ക് മെത്തേഡ് മാർക്ക് ഔട്ട് ദി പോത്ത് ഹോൾ ഏരിയ ഇൻ എ റെക്റ്റാങ്കുലർ ഷേപ്പ്. അഗെയിൻ കട്ടർ മെഷീൻ മാനുവൽ എക്സ്കവേഷൻ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഒരുപാട് ഈ രീതിയിലുള്ള എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. സോ പല റിപ്പയറിനും ഈ രീതിയിൽ റെക്റ്റാങ്കുലർ ഷേപ്പ് മാർക്ക് ചെയ്യുന്നതും അതേപോലെ അതിൻ്റെ അകത്ത് റെക്റ്റാങ്കുലർ ഷേപ്പ് മാർക്ക് ചെയ്യുന്നതും എക്സ്കവേറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോക്കിയ സമയത്ത് കണ്ട ഒരു എക്സെപ്ഷനാണ്. ഇതൊരു ക്രാക്ക് ഫില്ലിംഗ് ആണ്. ഇതിനകത്ത് റെക്റ്റാങ്കുലർ ഷേപ്പിനെ പറ്റി പറയുന്നില്ല. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്രാക്ക് വരുന്ന കേസിൽ അവിടെ റെക്റ്റാങ്കുലർ ആയിട്ട് റോഡ് മുഴുവനായിട്ട് മുറിക്കാൻ കഴിയില്ല. സോ അവിടെ മാത്രം ഈ റെക്റ്റാങ്കുലർ മാർക്കിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു, കേരളത്തിൽ ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ല. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പത്രവാർത്ത. പത്രത്തിൽ ഒരു 1-2 കൊല്ലം മുമ്പ് ഒരു പ്രമുഖ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ ഇത് സംബന്ധമായ ഒരു വാർത്തയുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നമുക്കും ഇതിനുള്ള ഒരു നിയമം ഉണ്ട്. സോ ആ ഒരു ഗൈഡ് ലൈൻസ് ആണ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഗൈഡ് ലൈൻസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തത് എൻ്റെ ഒരു കോൺട്രാക്ടർ സുഹൃത്താണ്. അദ്ദേഹം ഇതു സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നില്ല, മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺട്രാക്ടറാണ്. സോ ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും മനസ്സിലാക്കുന്നത് ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. സോ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ മാനുവൽ. സോ ഗവൺമെൻറ് ഓഫ് കേരള
ദെൻ കേരള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാനുവൽ റിവൈസ്ഡ് എഡിഷൻ 2012. ഇത് കഴിഞ്ഞിട്ട് വേറൊരു മാനുവൽ ഉണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു തിരച്ചിൽ കണ്ടെത്തിയിട്ടില്ല. അത് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. ഇതിൽ ഞാൻ നേരെ ആ പേജിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ദ പേജ് നമ്പർ 152. സോ ഇതിൽ ഹെഡിങ് വായിക്കുക, സ്റ്റെപ്സ് ഫോർ പ്രോപ്പർ പാച്ചിങ് ഓഫ് പോthole ഗിവൺ ബിലോ. സോ പോthole റിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് താഴെ പറയും പ്രകാരമാണ്. സോ പ്രിപ്പറേഷൻ ഓഫ് ഏരിയ ടു ബി പാച്ച്ഡ് ബൈ കട്ടിംഗ് ടു എ റെക്ടാങ്കുലർ ഷേപ്പ് വിത്ത് വെർട്ടിക്കൽ എഡ്ജസ്. നിങ്ങൾ റിപ്പയർ ചെയ്യേണ്ട ഏരിയ റെക്ടാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യണം. അതിൻ്റെ എഡ്ജസ് ഒക്കെ നേരെ കുത്തനെ ആയിരിക്കണം. അതാണ് പറയുന്ന പോയിൻറ്റ്സ്. എല്ലാ വീക്ക് മെറ്റീരിയൽസും ലൂസ് മെറ്റീരിയൽസും എല്ലാ ഡസ്റ്റും ഡെബ്രീസും ഒക്കെ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യണം. കുറ്റം പറയരുതല്ലോ, അത് അവർ ചെയ്യാറുണ്ട്. ദെൻ ബാക്കി പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടാറിൻ്റെയും ബിറ്റുമിനസ് എമൽഷൻസ്, ദാറ്റ് ഈസ് ടാറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൽ അവസാനം പറയുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ നോക്കുക. ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി വൈബ്രേറ്ററി റോളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇനി കോമ്പാക്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആ റോഡ് റോളർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി ശരിക്ക് അത് വേണ്ട, അതില്ലാതെയും ഇത് ചെയ്യാം. ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇതിൽ പറയുന്ന നോക്കുക, റിയർ വീൽസ് ഓഫ് എ ലോഡഡ് ഹെവി ട്രക്ക് ഇഫ് നൺ ഓഫ് ദീസ് ആർ അവൈലബിൾ. ഒരു ട്രക്ക് നിങ്ങൾ ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഓടിക്കുക, അത്രയും ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും ചെയ്യണ്ട. സോ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ? സോ നമുക്കും ഇത് സംബന്ധമായ റൂൾസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ നമ്മൾ വിചാരിക്കുക, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെഡി മിക്സിൻ്റെ കാര്യം. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഇറ്റ് ഈസ് ഇൻ ദി പേജ് നമ്പർ 158. സോ റെഡി ടു യൂസ് പാച്ചിങ് മിക്സ്ചേഴ്സ് മെറ്റീരിയൽസ് ഫോർ റിപ്പയർ. സോ ഇതിൻ്റെ അകത്ത് ഈ പറയുന്നത് ഈ ടൈപ്പ് റെഡി മിക്സ് പോലുള്ള ഐറ്റംസിലെ കാര്യങ്ങളാണ്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ റെഡി മിക്സ് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു കാര്യം സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. അതിൽ മുമ്പ് പറഞ്ഞ പ്രൊസീജിയർ ആയിരിക്കാം മേ ബി അപ്ലിക്കബിൾ. പക്ഷേ പൊതുവേ റെഡി മിക്സ് യൂസ് ചെയ്യുന്നത് തന്നെ ഫാസ്റ്റായിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. സോ അത് മിക്കവാറും കട്ട് ചെയ്യാതെ തന്നെയാണ് നടത്താറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായില്ലേ എന്തിനാണ് നമ്മൾ ഈ രീതിയിൽ ഒരു പാച്ച് വർക്ക് ചെയ്യുന്നത്. സോ ശരിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു രൂപം നമുക്ക് കിട്ടി. എന്തുകൊണ്ടോ ഞാൻ ഇതുവരെ ഈ റെക്റ്റാങ്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്ന ഒരു പാച്ച് വർക്ക് കണ്ടിട്ടില്ല. കാരണം കാണുന്നത് മൊത്തം നമ്മൾ പോthole ഫില്ല് ചെയ്യുന്നു, അതിൻ്റെ മേലെ കൂടെ റെക്റ്റാങ്കുലർ ഷേപ്പ് ഉണ്ടാക്കി വെക്കുന്നു. ഇനി അതും ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമാണോ എന്നുള്ളത് എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ അത് അറിയുന്നവർ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.